ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതുവത്സരാശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരുവിധം സബ്ജക്റ്റുകളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് സെം FIUGPയുടെ റിസൾട്ട് ഈ കഴിഞ്ഞ 30-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിസൾട്ട് വന്ന സമയത്ത് പരീക്ഷ എഴുതിയ ഓരോരുത്തർക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർ എഴുതിയ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ പേപ്പർ നോക്കിയത് ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ കൗണ്ട് ചെയ്ത് വെച്ച മാർക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അതായത് നിങ്ങൾ നന്നായി എഴുതിയിട്ടും മാർക്ക് കിട്ടിയിട്ടില്ല, പേപ്പർ നന്നായി നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീവാല്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ FIUGPയിലുള്ള സ്റ്റുഡൻസിന് 2 കാര്യങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഒന്ന്, നിങ്ങൾ എഴുതിയ ആൻസർ സ്ക്രിപ്റ്റ് നമുക്ക് ഫോട്ടോ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടിയിട്ട് നന്നായിട്ട് നമ്മുടെ പേപ്പർ ഒന്നുകൂടി വിശദമായിട്ട് വാല്യൂ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ആണ് ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത്. It is notified for the information of all concerned that the online links for application of photocopy of answer scripts, revaluation and scrutiny of first semester 4-year undergraduate program, regular examination November 2024 ഈ വർഷത്തെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ കോപ്പിക്കാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേപ്പർ റീവാല്യൂ ചെയ്യണം അല്ലെങ്കിൽ ഒന്നുകൂടി സ്ക്രൂട്ടിനൈസ് ചെയ്യണം എന്നാണെങ്കിൽ അതിനുള്ള ഡേറ്റ് 21 മുതലാണ്. 21 മുതൽ 31 വരെ ജനുവരിയിലാണ് ഈ 2 ഡേറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ മറക്കാതെ തന്നെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ലിങ്ക് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തത്. ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടായെന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ നമുക്ക് ആൻസർ സ്ക്രിപ്റ്റുകളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കോളേജിലേക്ക് വാലുവേഷൻ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ആൻസർ സ്ക്രിപ്റ്റ് കൂടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ഇനി വരുന്ന ആളുകൾക്ക് കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ ഇപ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടിയിട്ട് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ്, കാരണം ഈ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പോലും നമുക്ക് പറയാൻ സാധിക്കാതെ ഇരുന്നത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം. പക്ഷേ ഇതൊരു നോർമൽ ഇതായിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ആൻസർ ഷീറ്റ് കൂടിയിട്ട് അല്ലെങ്കിൽ ആൻസർ സ്ക്രിപ്റ്റ് കൂടിയിട്ടൊന്ന് ഇതിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ആരെങ്കിലും രണ്ടാമത് എക്സാം എഴുതുക അല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം തോന്നുന്ന മാർക്ക് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് മറക്കാതെ തന്നെ കാണുക. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. എക്കണോമിക്സും അതേപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സുമാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും പറ്റുന്ന പോലെ തന്നെ ക്ലാസ്സസ് എല്ലാം വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്